ഹലോ, സുമിസ് ഹെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ലെങ്ത്തുള്ള ഹെയർ ആയിരുന്നു. ലെങ്തി ഹെയർ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് അവർ ചെറുതാക്കി കളഞ്ഞു ഗായ്സ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു കുറച്ച് ദിവസം. പിന്നെ ഓക്കെ ആയി, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കട്ട് ചെയ്ത ഹെയർ എന്തായാലും തിരിച്ചു വരില്ല. ഇനിയിപ്പം ഹെയർ ചെറുതായിട്ട് വളർന്ന് വരണമല്ലോ. അപ്പോൾ അതിനെന്തായാലും ടൈം എടുക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇത് ഐബ്രോ ത്രെഡിങ് പോലും ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ചെയ്തത് ഇവിടെ ഇപ്പോൾ ക്ലീനപ്പ്, ഐബ്രോ കട്ടിങ്, ഹെയറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ത്രെഡ് ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ മുന്നൊക്കെ തന്നെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ എടുത്ത് തരുമായിരുന്നു. അപ്പോൾ അത് നോക്കിക്കണ്ട് നമ്മളിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഇപ്പം അത്യാവശ്യം നമ്മൾ ത്രെഡ് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടുത്തെ ഇതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വിഷുവിനാണ് ഞാൻ ഇവിടുന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ടായത്. എനിക്കിത് 8 ഹവേഴ്സ് കൊണ്ടാണ് കേട്ടോ അവരിങ്ങനെ എൻ്റെ കോലത്തിലാക്കി തന്നത്. 8 ഹവേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് കളർ ചെയ്തിട്ട് പിന്നെ ക്ലീനപ്പ് ഇട്ടു. അപ്പോൾ 1 ഹവർ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. കളർ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കളർ പിടിക്കാൻ വേണ്ടിയിട്ട് 1 ഹവർ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ക്ലീനപ്പ് ചെയ്തു. ക്ലീനപ്പ് കുഴപ്പമില്ല, നല്ല ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു ഫേസ്. പിന്നെ ഐബ്രോ കട്ടിങ് വലിയ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹെയർ ഞാൻ പറഞ്ഞേക്കണത് റെഡ് കളറാണ് ഞാൻ കാണിച്ചത്. ഞാൻ ഒരു പിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായേ. അപ്പോൾ അത് റെഡ് കളറാണ്. ലൈറ്റായിട്ട് നമ്മൾ ഇളിച്ച് കാട്ടുന്ന റെഡ് അല്ലാതെ കാണാൻ നല്ല രസമുള്ള റെഡ് കളറായിരുന്നു. അപ്പോൾ അധികം കോമൺ ആയിട്ട് ഞാൻ അധികം പേരെടുത്തും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു കളറ്. ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം, ഫുള്ളായിട്ട് ചെയ്യാനോ ഒന്നല്ല. എന്നിട്ട് അവർ ഫസ്റ്റ് ചെയ്തത് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളർ ചെയ്തിട്ട് എനിക്കറിയത്തില്ലല്ലോ, അവരിങ്ങനെ കൂട്ടുമ്പം എന്ത് കളറാണ് അവരെടുത്തേക്കണമെന്ന് എനിക്കറിയത്തില്ല, ഞാനത് നോക്കിയിട്ടുമില്ല. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് മുടി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുമ്പോഴേ നമ്മൾ മുടി ഉണക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കളർ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്നേരമാണ് അവർ പറയണത് എൻ്റെ ഹെയർ ഓൾറെഡി ചെറിയൊരു ബ്രൗൺ കളറാണ്, അതുകൊണ്ട് കളർ കാണണില്ല എന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു പാർലറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹെയർ എങ്ങനെയുണ്ട്, ഡാമേജ്ഡ് ആണോ, ഹെൽത്തി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണ്ടേ. സാധാരണ അങ്ങനെ ചെക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ ഇതിപ്പം സ്മൂത്തനിങ് പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരല്ലേ പറയേണ്ടത്. ഞാൻ കുറേ റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മുടി എന്താ പറയുക, ഇപ്പം ഡാമേജ്ഡ് ആയ മുടിക്ക് കളർ ചെയ്യുമോ അല്ലെങ്കിൽ സ്മൂത്തിങ് ട്രീറ്റ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നതും, പിന്നെ ഒരാളെ ഫേസിന് സ്യൂട്ടാകുന്ന പോലത്തെ ഹെയർ സ്റ്റൈൽ അവർ സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കുറേ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലെ ഇൻസ്റ്റാ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടൊന്നും പോവാതിരുന്നത്. ഏകദേശം നമ്മളത് അവർ പറയുമല്ലോ, പിന്നെ നമ്മളെന്തിനാണ് വെറുതെ ഇത് നമ്മൾ കുറേ സമയം അതിന് വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടാതെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി, നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നെറ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ സിമ്മ് വരെ ഇപ്പോഴാണ് എനിക്ക് ഓക്കെ ആയത്, സിമ്മ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ വന്ന സമയത്ത്. പിന്നെ ഇപ്പം ഈ ഹെയർ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കട്ടാണ്. പക്ഷേങ്കിൽ എൻ്റെ ഇത് സ്റ്റെപ്പ് കട്ടാണ്, നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക ഗൈസ്. ഞാൻ ഇവിടെ എൻ്റെ മുടി കട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു പിക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങളെന്ന് പറയും ഇതാണോ സ്റ്റെപ്പ് കട്ട് എന്ന്. പിന്നെ കാണുമ്പം എന്നിട്ട് ഫസ്റ്റ് കളർ ചെയ്തു, ബ്രൗൺ കളർ ചെയ്തു. ഏകദേശം ഈ ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു അവർ ചെയ്തേക്കണം, എനിക്കറിയത്തില്ല. പിന്നെ എന്നിട്ട് കളറ് കാണുന്നില്ല. എന്നിട്ട് അവർ ബ്ലീച്ചിട്ടതിന് ശേഷം അവർ റെഡ് കളർ ചെയ്തപ്പോൾ കളറ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കളർ തന്നെ മുടിക്കുണ്ടായിരുന്നു. എന്നിട്ട് നോക്കുമ്പം സ്മൂത്തനിങ്ങിൻ്റെ ക്രീമൊക്കെ ഇടൂലേ, ക്രീം ഇട്ട് പിന്നെ വാഷ് ചെയ്ത് വീണ്ടും ഒരു ക്രീം അങ്ങനെ ഇടൂലേ, അങ്ങനെ എന്തോ ഇല്ലേ, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ.
കുറേ സമയം ഇതന്നെയായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ സമയം ഒരുപാട് പോകുന്നുണ്ട്. നമ്മൾ ഈവനിങ് ആണ് ഞങ്ങൾ അവിടെ പോയത്. ഒരു 3 മണിക്കൂർ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 3 മണി 3:30 ആ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ എങ്കിൽ രാത്രി ഞങ്ങൾ അത് കഴിയുമ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥ. എന്നിട്ട് 2 പ്രാവശ്യം കളർ ചെയ്തു. 2 പ്രാവശ്യം കളർ ചെയ്തപ്പോൾ 2 പ്രാവശ്യത്തെ കളറും പിടിച്ചിട്ടില്ല. ഈ മറ്റേ സ്മൂത്തനിങ്ങിൻ്റെ ക്രീം ഇട്ട സമയത്ത് മറ്റേ കളർ ചെയ്തത് അതങ്ങ് പോയി. എന്നിട്ട് പിന്നെ അവരെന്നിട്ട് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കളർ പോയല്ലോ. ഇപ്പോൾ ബ്ലീച്ചിട്ട കളറാണല്ലോ മുടിക്ക് ഹെയറിന് വന്നിട്ടുണ്ടായത്. അതിന് ശേഷം അവർ വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നമുക്ക് കളർ ചെയ്യാം എന്ന് പറഞ്ഞു. ഒന്നും കൂടി നമുക്ക് അയൺ ചെയ്യുക, കളർ ചെയ്ത്. എൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ അവർ അയൺ ചെയ്തിട്ടില്ല എന്ന് തോന്നണത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ തരിതരിപ്പ് തൊടുമ്പോൾ ഭയങ്കര, ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഒരു തരിതരിപ്പ്. ഞാൻ ആ ഒരു സമയത്ത് നമ്മൾ മുടി വളഞ്ഞു പോകാൻ പാടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളഞ്ഞു പോകാൻ പാടില്ല. ഈ നമ്മളിത് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ചെയ്തിട്ട് ഈ ഫസ്റ്റ് വാഷിന് വരുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് മുടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ബെഡിൻ്റെ താഴെ ഇങ്ങനെ മുടി ഇങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ സ്മൂത്തനിങ് ആഫ്റ്റർ കെയറിങ് അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഇത് മറ്റേ ഹെയർ ഓയിൽ ഇടാൻ പാടില്ല ഒന്നും അറിയത്തില്ലായിരുന്നു എനിക്ക്. ചെയ്യുന്ന മുന്നേ ആണല്ലോ നമ്മൾ ഇതൊക്കെ പറയേണ്ടത്. കാരണം നമുക്കറിയാൻ പാടില്ല എന്താണെന്ന്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെരാറ്റിൻ ആയിരുന്നു ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി ആദ്യം. പിന്നെയാണ് സ്മൂത്തനിങ്. എൻ്റെ ആ ഒരു ഇതിലേ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സമയത്താണ് പല്ലിന് ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പല്ലിന് ക്ലിപ്പിട്ട് എന്നിട്ടാണ് ഞങ്ങൾ ഹെയറിൻ്റെ ചെയ്യാൻ പോയിട്ടുണ്ടായത്. അപ്പോൾ ക്ലിപ്പ് ഇടുന്ന സമയത്ത് ആ ഡോക്ടറും പറഞ്ഞ് സ്മൂത്തനിങ് ചെയ്താൽ മതി, ഇവിടെ കുറച്ച് മുടി കട്ട് ചെയ്തിട്ടിട്ട് ബാക്കി അങ്ങനെ തന്നെ ചമതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ എത്തിയിട്ട് അവരാണ് എന്നോട് പറഞ്ഞത് സ്റ്റെപ്പ് കട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിൻ്റെ ലെങ്ത്ത് കുറയാൻ പാടില്ല, അതുപോലെ കളറും ചെയ്യണം എന്നാണ്. പക്ഷേ ഇത് രണ്ടും നടന്നില്ല. മുടീൻ്റെ ലെങ്ത്ത് അവർ കട്ട് ചെയ്ത് കുഞ്ഞാക്കി. എൻ്റെ ഇഷ്ടമല്ലാണ്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞതിൽ പറഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് കട്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഈ ലെയർ കട്ടില്ല. അപ്പം ഞാൻ ചെയ്യണ സമയത്ത് തന്നെ എനിക്ക് എന്തേരാണ് ഓർമ്മ വന്നത്. ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്താണ് എനിക്ക് ആ ഒരു എന്താ പറയുക, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ സ്മൂത്തനിങ്ങിൻ്റെ പൈസ ഒക്കെ 3000 ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായത് ഇൻസ്റ്റയിലൊക്കെ. അപ്പം പൈസ ഒക്കെ കേട്ടപ്പോൾ ഞാനിത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു പോയി. ആ ഫസ്റ്റ് വാഷ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. ഞാൻ ശരിക്കും സ്റ്റെപ്പ് കട്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഞാൻ ഈ ലെയർ കട്ടാണ് ഉദ്ദേശിച്ചത് ഉണ്ടായത്. അപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബട്ടർഫ്ലൈ കട്ടിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്നേരം അവർ പറഞ്ഞ ഇത് ഏകദേശം ഇതുപോലെ തന്നെയാണ് ബട്ടർഫ്ലൈ കട്ട് വരിക എന്ന് പറഞ്ഞു. ആണോ ഗൈസ്? എനിക്കറിയത്തില്ല കേട്ടോ, ഇതുപോലെ ആണോ ബട്ടർഫ്ലൈ കട്ട് വരിക. പിന്നെ പാർലർ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം അവരുടെ കസ്റ്റമേഴ്സൊന്നും, അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ലൊരു നമ്മളെ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് പോലുള്ള, അതായത് കെരാറ്റിൻ, ബോട്ടോക്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സ്മൂത്തനിങ് അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ബ്യൂട്ടി പാർലർ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും കായ്സ്.